1867 ജൂൺ 27 ക്രൈസ്തവ ലോകത്തിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസം. റോമിലെ സെന്റ് അൽഫോൻസാസ് ദേവാലയത്തിൽ നൂറ്റാണ്ടുകളായി യാത്ര ചെയ്ത ഒരു വിശുദ്ധ ചിത്രം ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയമായി മാറിയിരിക്കുന്ന ഈ ചിത്രം അറിയപ്പെടുന്നത് ഒരു പേരിലാണ്, നിത്യസഹായമാണ്. ബൈസന്റൈൻ ഐക്കൺ കലാശൈലിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മാതാവ് യേശുവിനെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം. ചിത്രത്തിൽ ചില ഗ്രീക്ക് അക്ഷരങ്ങൾ. മാതാവിന്റെ ഇരുവശങ്ങളിലും കാണുന്ന MPOY എന്നത് മാതേർ തെയു എന്ന ഗ്രീക്ക് വാക്കിന്റെ ചുരുക്കമാണ്. അതിന്റെ അർത്ഥം ദൈവ മാതാവ് എന്ന്. യേശുവിന്റെ അരികിലുള്ള ICXC എന്നത് യേശുക്രിസ്തു എന്ന ഗ്രീക്ക് നാമത്തിന്റെ ചുരുക്കരൂപം. അതായത് ചിത്രം വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് ഈ സ്ത്രീ സാധാരണ സ്ത്രീയല്ല, ദൈവപുത്രന്റെ മാതാവാണ് എന്നാണ്. ചിത്രത്തിന്റെ മുകളിലായി 2 മാലാഖമാർ, ഇടതുവശത്ത് ആർക്കേഞ്ചൽസ് മൈക്കിൾ, വലതുവശത്ത് ആർക്കേഞ്ചൽസ് ഗബ്രിയേൽ. ഇരുവരും യേശുവിന്റെ ഭാവി പീഡനത്തിന്റെ ഉപകരണങ്ങൾ വഹിക്കുന്നു. കുരിശ്, ആണികൾ, കുന്തം, കയ്പുനീര് നൽകിയ സ്പോഞ്ച്, ഇവയെല്ലാം യേശുവിന്റെ കുരിശുമരണത്തെ സൂചിപ്പിക്കും. മാലാഖമാരുടെ കൈകളിലെ പീഡനോപകരണങ്ങൾ കണ്ടപ്പോൾ യേശു ഭയന്നതായി ചിത്രകാരൻ അവതരിപ്പിക്കും. അവൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഓടിയെത്തും. യേശുവിന്റെ ചെറു കൈകൾ മാതാവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കും. ചിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രത്യേകതകളിൽ ഒന്നാണ് യേശുവിന്റെ കാലിൽ നിന്നും വഴുതി പോകുന്ന ചെരുപ്പ്. ഇതിന് പലതരത്തിലുള്ള ആത്മീയ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഭയന്ന് അമ്മയിലേക്ക് ഓടിയെത്തിയപ്പോൾ ചെരുപ്പ് വഴുതിപ്പോയി എന്നതാണ്. മറ്റൊന്ന്, കുരിശിലേക്കുള്ള യാത്രയുടെ പ്രതീകമാണ്. ചിലർ പറയുന്നു മനുഷ്യരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വിനയത്തിന്റെ അടയാളമാണ്. ചിത്രത്തിൽ മാതാവിന്റെ വലത് കൈ യേശുവിനെ പിടിച്ചു നിർത്തിയിരിക്കുകയും, എന്നാൽ യേശുവിനെ സ്വന്തമാക്കാനല്ല, ലോകത്തിനായി സമർപ്പിക്കാനാണ്. മാതാവിന്റെ വിരലുകൾ യേശുവിലേക്കാണ് ചൂണ്ടുന്നത്. അവൾ പറയുന്നത് പോലെ രക്ഷയുടെ വഴി ഇവനാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം മാതാവിനേക്കാൾ യേശുവിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. ഈ ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മാതാവിന്റെ കണ്ണുകളാണ്. അവൾ യേശുവിനെ നോക്കുന്നില്ല, മാലാഖമാരെയും നോക്കും. അവൾ നോക്കുന്നത് നമ്മളെ. എന്തുകൊണ്ടാണ്? കാരണം മാതാവ് നമ്മുടെ വേദനയും ഭയവും അറിയുന്നു എന്നതാണ് അതിലെ സന്ദേശം. അവളുടെ മുഖത്ത് പുഞ്ചിരിയില്ല, കരച്ചിലുമില്ല, പക്ഷെ ആഴമുള്ള സമാധാനം. മാതാവിന്റെ മൂടുപടത്തിൽ ഒരു നക്ഷത്രം. ഇത് സമുദ്ര നക്ഷത്രം എന്നറിയപ്പെടുന്ന മാതാവിന്റെ വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കടലിൽ യാത്ര ചെയ്യുന്നവർക്ക് നക്ഷത്രം വഴി കാണിക്കുന്നത് പോലെ ജീവിതയാത്രയിൽ മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവളാണ് മാതാവ്. ചിത്രത്തിന്റെ പശ്ചാത്തലം മുഴുവനും സ്വർണ്ണവർണ്ണമാണ്. ഇത് ഭൂമിയിലെ ഒരു സ്ഥലത്തെയും പ്രതിനിധീകരിക്കുന്നതല്ല, സ്വർഗീയ മഹത്വത്തിന്റെ പ്രതീകമാണ്. നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: സഹായം മാതാവിൽ നിന്നും ലഭിക്കുന്നില്ല, മാതാവിലൂടെ ക്രിസ്തുവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതൊരു കലാസൃഷ്ടി മാത്രമല്ല, ഒരു പ്രാർത്ഥനയാണ്, ഒരു സുവിശേഷവും. മാതാവിന്റെ മൗന സന്ദേശം കൂടിയാണ്. ചിത്രത്തിലെ മാതാവ് ഇന്നും നമ്മെ നോക്കി പറയുന്നത് പോലെ, നിന്റെ ഭയങ്ങൾ എനിക്കറിയാം, എന്റെ പുത്രനിലേക്ക് വരിക, അവനാണ് നിന്റെ രക്ഷയും പ്രത്യാശയും. ഞാൻ നിന്റെ നിത്യസഹായം. നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിന്റെ ഉത്ഭവം ഏകദേശം 13 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിലാണ് എന്ന് ചിത്രകാരന്മാർ കരുതുന്നു. നൂറ്റാണ്ടുകളായുള്ള യാത്രയും നഷ്ടപ്പെടലുകളും കടന്ന് 1860കളിൽ ചിത്രം വീണ്ടും വീണ്ടെടുക്കുകയാണ്. ഈ വിവരം അന്നത്തെ മാർപ്പാപ്പ ഒരു നിർദ്ദേശം നൽകി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ ചിത്രം വീണ്ടും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്നാണ് അദ്ദേഹം നൽകിയ നിർദ്ദേശം. അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസിദ്ധമായ വാക്കുകൾ ഇവയാണ്: Make her known throughout the world. അതായത് ഈ മാതാവിനെ ലോകം മുഴുവനും അറിയട്ടെ. 1867 ജൂൺ 27 റോമിലെ ജനങ്ങൾ വലിയ ആഹ്ലാദത്തോടെ തെരുവുകളിലെത്തും. വിശുദ്ധ ഘോഷയാത്രയായി ചിത്രം സെന്റ് അൽഫോൻസാസ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. ആ ദിവസമാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കപ്പെട്ടത്. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.